മുസ്ലിം ആണെങ്കിൽ അയാൾ കൊലയാളിയാണെങ്കിലും 27 കോടി രൂപ കൊടുത്തിട്ട് അവനെ പുറത്തിറക്കും. കൊലയാളി ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ അവൾക്കെതിരെ ആരും ചോദ്യം ചെയ്യുന്നില്ല, അവളെ രക്ഷിക്കാൻ ആരും ഇവിടെ വരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, കാസ പറഞ്ഞ കാര്യം കേട്ടോ. മക്കളെ കരമുയർത്തുന്നവർക്കായി ഇതിന്റെ പേര് അബ്ദുൾ റഹീം അദ്ദേഹത്തിന് തൂക്കുകയറ് വിധിച്ചതാണ്. എന്നാൽ ഗൾഫിലുള്ള എല്ലാ ആളുകളും പൈസ പിരിച്ചിട്ട് അദ്ദേഹത്തിനെ തൂക്കിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ പിരിച്ചവർ പറയുന്നത് എങ്ങനെ ആയാലും ജീവൻ രക്ഷിക്കണം എന്നൊരു ഹ്യൂമൻ തരത്തിലാണ് ആക്ച്വലി അവർ സംസാരിച്ചത്. നിമിഷ എന്നൊരു ഇന്ത്യൻ പെൺകുട്ടി, അവൾ കേസിൽ പെട്ടത് ശരി തന്നെയാണ്, അവൾക്ക് തൂക്കുകയറ് വിധിച്ചിട്ടുമുണ്ട്. എന്നാൽ അവളെ രക്ഷിക്കാൻ ആരുമില്ല. ഇതാണ് കാസ ആദ്യം പറഞ്ഞത്. പക്ഷെ അവൾ കൊന്നിട്ടുണ്ട് എന്നാണ് അവളുടെ വാദവും. പണ്ട് മാധ്യമ ചാനലിൽ വിട്ട ഒരു വോയിസ് നോട്ടാണ്. ഇതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. മയക്കി കിടക്കുക, അതിനുശേഷം അവനെ കൊണ്ട് ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി ബോധം തെളിയുമ്പോഴത്തേനും അവനെ കൊണ്ട് ഫലമായിട്ട് ഡൈവേഴ്സ് ഒപ്പിടിക്കുക, അല്ലെങ്കിൽ എനിക്ക് രക്ഷ തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു മാർഗം പറഞ്ഞു തന്നത്. അപ്പൊ ഞാന് യാതൊരു രക്ഷയില്ല, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, അവനിൽ നിന്ന് രക്ഷ നേടാൻ പറ്റാത്തത് കൊണ്ട് ഞാനതിനെ സമ്മതിച്ചു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഇഞ്ചക്ഷൻ കൊടുത്തു, ആദ്യം ലെജിലോം കൊടുത്തു, മയക്കി. അവന് മയക്കല്ല, അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അവന് ഏറ്റില്ല, അവനെ മയക്കിയില്ല. അതിനുശേഷം പിന്നെ കിറ്റാമിൻ എന്ന് പറഞ്ഞ അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു. അവൻ മയങ്ങിപ്പോയി. ഞാനും പെട്ടുപോയി. അത് ശ്വാസം നിലച്ചു എന്ന് തോന്നിയപ്പോഴത്തേനും ഞാനും പഠിച്ചുപോയി. ഞാനും പഠിച്ചു എടുത്തു കഴിച്ചു, മയക്കുമരുന്ന് ഗുളികളെ എടുത്തു കഴിച്ചു. അതിനുശേഷം എന്റെ പുറത്ത് ജോലി ചെയ്യുന്ന നേഴ്സ് വന്ന ഹെലൻ എന്ന് പറഞ്ഞ നേഴ്സ് വന്നു. അവളെപ്പോഴും ജയിലിലുണ്ട്. അവളടുത്ത് പോയി, അവൾ എന്റെ താഴത്തെ റൂമിലാണ് താമസിക്കുന്നത്. അവളടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അവൾക്കും അറിയാമായിരുന്നു ഈ കാര്യം. അവളുടെ സംഭവം അറിയിച്ചപ്പോഴത്തേനും അവള് അവിടുന്ന് ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവന് 80 കിലോ ഭാരമുള്ള ശരീരത്തെ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും, എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും എന്ന് അവള് ചിന്തിച്ചിട്ട് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഹലോ, അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. മയക്കുപൊടി കഴിച്ചതിന് ശേഷം എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ അവളെ പീസാക്കി ബാഗുകളിലാക്കി ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങള് ഇതെല്ലാം ചെയ്തത് അവളാണ്. അവൾ എന്റെ പുറത്ത് ജയിലിലായിരുന്നു. 3 വർഷമായിട്ട് എന്റെ ഒപ്പം ജയിലിലായിരുന്നു. ഇന്നലെ വിധി പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് 3 വർഷത്തെ ശിക്ഷയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കാന്തപുരം വന്നിട്ട് നിമിഷയുടെ ജാതകം തന്നെ മാറ്റി. അപ്പോഴാണ് ഈ കാസയ്ക്ക് വീണ്ടും കുരുപൊട്ടിയത്. അളിയൻ ചത്താലും വേണ്ടില്ല, നാത്തോന്റെ കണ്ണീര് കാണണം എന്നൊരു വിചാരമായി കാസയ്ക്ക്. തന്റെ പഴയ പോസ്റ്റുകളെല്ലാം കാസ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് കാസ പറഞ്ഞു, ഒരു ദുരിതം പറ്റിയപ്പോൾ മതം നോക്കി കരുണ വിധിക്കുന്നു. ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരാൾക്ക് വിധിക്കുന്നു. ഇതൊരു കാസയുടെ ഡബിൾ ഡാഡി സിൻഡ്രോം തന്നെയാണ്. എന്താ ഈ ഡബിൾ ഡാഡി സിൻഡ്രോം? അതായത് 2 തോണിയിൽ കാലിടുക. ആദ്യം ഈ പക്ഷത്ത് നിന്നു, ഇപ്പൊ മറുപക്ഷത്തേക്ക് വേഗം ചാടി. ആദ്യം നിമിഷയ്ക്ക് വേണ്ടി സംസാരിച്ചു, ഇപ്പൊ നിമിഷയ്ക്ക് എതിരെ സംസാരിക്കുന്നു. ആദ്യം സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് പറഞ്ഞു, നിമിഷ ചാകേണ്ടവൾ എന്ന്. ഇപ്പൊ പറയുന്നു സപ്പോർട്ട് നിമിഷാന്ന്. പഴയ കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുരിശും ചാട്ടിയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാ, കാന്തപുരം ഇടപെട്ടതും കൊണ്ട് നിമിഷ രക്ഷപ്പെടരുത്. കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം കാരണം ഒരു ക്രിസ്ത്യാനി രക്ഷപ്പെടരുത്. അങ്ങനൊരു ഒരു വൾഗർ തോട്ട് കണ്ടോ കാസയുടെ? പക്ഷെ കാന്തപുരം ആണോ ജഡ്ജ്? അല്ലല്ലോ. വിധി കുറച്ച് നീട്ടി വെക്കാൻ കഴിഞ്ഞു എന്നാണ് കാന്തപുരവും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ കാന്തപുരം രക്ഷിച്ചു എന്ന് ഒരിക്കലും കാന്തപുരം എവിടെയും പറഞ്ഞിട്ടില്ല. നിമിഷ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടണം. അവളൊരു പെണ്ണായതും കൊണ്ട് കരുണയൊന്നും ആവശ്യമില്ല. അതിന്റെ പേരിൽ ജാതിയോ മതമോ കൊണ്ടുവന്നിട്ട് ന്യായീകരിക്കാനും പാടില്ല.
കാന്തപുരമാണോ മോൻ കൊണ്ടുള്ള നീതി നൽകേണ്ടത്, അതോ കാസയാണോ ഇവിടെ നീതി നടപ്പാക്കേണ്ടത്?